ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങളാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 10th ലെവൽ മെയിൻസിനും +2 ലെവൽസിനും ഡിഗ്രി ലെവൽസിനും എല്ലാം വളരെ അനിവാര്യമാണ്. അത്രയും ഡീപ്പ് ലെവലിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ എന്റെ പേര് സിജി ബിജു എന്നാണ്. നമ്മൾക്ക് PSC അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിൽ ഉണ്ട്. അതായത് എന്തിനാണ് ഈ കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേന്ദ്ര ഗവൺമെന്റിനെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഒന്ന് ഉപദേശിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും, അല്ലെങ്കിൽ പുതിയ പദ്ധതികളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നല്ല ശുപാർശകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലാണ് കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിൽ. അപ്പൊ നിങ്ങൾക്കറിയാം, ദേശീയ തൊഴിലുറപ്പ് നിയമപ്രകാരം ആണ് ഈ ഒരു ദേശീയ തൊഴിലുറപ്പ് നിലവിൽ വന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞത് അത് വന്നിരിക്കുന്നതും ഒരു നിയമം മൂലമാണ്. അപ്പൊ നിയമം 2005 പാസ്സാക്കി 2006 നിലവിൽ വന്നിരിക്കുന്നത്. അപ്പം അതിനകത്തുള്ള ഏത് സെക്ഷൻ പ്രകാരമാണ് ദേശീയ തലത്തിൽ ഒരു തൊഴിലുറപ്പ് കൗൺസിൽ രൂപീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയണം? സെക്ഷൻ 10 പ്രകാരം എന്ന് പറയണം. ഇനിയും സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിൽ ആണ് എങ്കിൽ സെക്ഷൻ 12 ആണ്. ദേശീയ തലത്തിൽ ഒരു തൊഴിലുറപ്പ് കൗൺസിൽ ഉള്ളതുപോലെ സംസ്ഥാന തലത്തിൽ ഒരു തൊഴിലുറപ്പ് കൗൺസിലും ഉണ്ട്. അപ്പൊ അത് സെക്ഷൻ 10ഉം 12ഉം പ്രകാരമാണ് റെസ്പെക്റ്റീവ്ലി രൂപീകരിച്ചിരിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് നിയമത്തിലെ സെക്ഷൻ 10 പ്രകാരം ദേശീയ തൊഴിലുറപ്പ് കൗൺസിലും സെക്ഷൻ 12 പ്രകാരം സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിലും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഇവർ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ ഉപദേശിക്കുന്നത് കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിൽ. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കും സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിൽ. ക്ലിയർ ആണോ? അപ്പം ഈ പോയിന്റും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയും കേന്ദ്ര സർക്കാർ പാർലമെന്റ് മുൻപാകെ സമർപ്പിക്കേണ്ട വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതും കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിൽ. പാർലമെന്റിന് മുൻപാകെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതും ഈ ഒരു കൗൺസിലാണ്. ഇനി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പ്രചാരണം പ്രോത്സാഹിപ്പിക്കുന്നതും ആര് തന്നെയാണ്? കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമപ്രകാരം നിർമ്മിച്ച പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങളുടെ പ്രചരണം പ്രോത്സാഹിപ്പിക്കുന്നത് കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ട്? വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു, ഗവൺമെന്റിനെ ഉപദേശിക്കുന്നു, പദ്ധതികളുടെ പ്രചാരണം നടത്തുന്നു. സെക്ഷൻ 10 പ്രകാരം ദേശീയ തലത്തിലും സെക്ഷൻ 12 പ്രകാരം സംസ്ഥാന തലത്തിലും തൊഴിലുറപ്പ് കൗൺസിൽ വന്നു. ദേശീയ തലത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. അപ്പൊ അത്രയും ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പഠിക്കണം. ഇനി അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. എന്നാണ് ഈ ഒരു നിയമം പ്രസിഡന്റ് അംഗീകാരം ലഭിച്ചത്? ആ ഒരു ടൈമിൽ ആരാണ് പ്രസിഡന്റ്, ആരാണ് പ്രധാനമന്ത്രി, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പം സെപ്റ്റംബർ മാസം 5-ാം തീയതി 2005 എന്ത് വന്നിരിക്കുന്നത്? പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2005 സെപ്റ്റംബർ 5 ആരായിരുന്നു പ്രസിഡന്റ്? APJ ആണ് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു നിയമത്തിൽ സൈൻ ചെയ്തത്. ആരാണ്? APJ. ഇനിയും ഈ ഒരു നിയമം നിലവിൽ വന്നത് 2006 ഫെബ്രുവരി മാസം 2-ാം തീയതി. മോസ്റ്റ് റിപ്പീറ്റിംഗ് PYQ ആണ്. 2006 ഫെബ്രുവരി മാസം 2. അപ്പൊ തൊഴിലുറപ്പ് നിയമം 2005 വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 5 ഇത് കെയിം ഇൻ ടു ഫോഴ്സ് ഓർ സ്റ്റാർട്ടഡ് ഫങ്ഷനിങ്. 2006 ഫെബ്രുവരി 2 മുതൽ ഈ നിയമം നിലവിൽ വന്നു. ആ ഒരു ടൈമിലെ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രഘുവംശ പ്രസാദ് സിംഗ്. പേരെന്താണ്? രഘുവംശ പ്രസാദ് സിംഗ് ആണ് ആ ഒരു ടൈമിലെ എന്തെന്ന് പറഞ്ഞത്? റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞത്. തദ്ദേശ സ്വയംഭരണ മന്ത്രി എന്ന് പറയുന്നത് രഘുവംശ പ്രസാദ് സിംഗ്. രഘുവംശ പ്രസാദ് സിംഗ് പഠിച്ചല്ലോ.
ഇപ്പൊ APJ പ്രസിഡന്റ് രഘുവംശ പ്രസാദ് സിംഗ് ആ ഒരു ടൈമിലെ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ. ഡേറ്റ് ഇത് ഓർത്ത് വെച്ചേക്കണം. ഇനി ഇതിനെ പിന്തുണച്ച സംഘടന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ആണ് ഇതിനെ പിന്തുണച്ച അല്ലെങ്കിൽ തൊഴിലുറപ്പ് നിയമം വരാൻ കാരണമായത് മസ്ദൂർ കിസാൻ ശക്തി സംഗതനാണ്. ഇനി നമ്മൾ ബേസിക്കലി ഈ തൊഴിലുറപ്പ് നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് കുറേ അധികം സ്കീംസ് ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ ഈ രണ്ട് പദ്ധതികൾ പ്രധാനമായിട്ടും ഇതിനകത്ത് ലയിച്ചിട്ടാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആയത്. ഏതൊക്കെയാണ് ആ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2001 2004 ഒരു പദ്ധതിയുണ്ട്. 2001 ചോദിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന. എന്താണ് പദ്ധതിയുടെ പേര്? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന 2001. ആൻഡ് 2004 നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും കൂടെ ലയിച്ചിട്ടാണ് 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 2001 സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജനയും 2004 നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും കൂടെ യോജിച്ചിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ക്ലിയർ. ഇനിയും മേൽനോട്ടം വഹിക്കുന്നത് ഗ്രാമവികസന വകുപ്പാണ്. ആരാണ്? ഗ്രാമവികസന വകുപ്പ്. ഇനി പഞ്ചവത്സര പദ്ധതി എത്രാമത്തെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാമത്തെ പഞ്ചവത്സര പദ്ധതി സമയത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് വന്നിരിക്കുന്നത്. ആ ഒരു ടൈമിലെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. പഞ്ചവത്സര പദ്ധതി 10, മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 100 ദിവസത്തെ കാര്യങ്ങളും അതൊക്കെ അറിയാവുന്നതാണ്. ഇനി പ്രവൃത്തി സ്ഥലത്ത് വെച്ചുണ്ടാവുന്ന അപകടങ്ങൾക്ക് സൗജന്യ ചികിത്സാ സൗകര്യം ഈ ദേശീയ തൊഴിലുറപ്പ് നിയമത്തിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന കാര്യം പറയണം. പ്രവൃത്തി സ്ഥലത്ത് വെച്ചുണ്ടാവുന്ന അപകടങ്ങൾക്ക് സൗജന്യ ചികിത്സ. അതുപോലെ തന്നെ പ്രൈമറി എയ്ഡ്സ്, എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രാഥമിക ചികിത്സയൊക്കെ നൽകുന്ന കാര്യങ്ങളുമൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനിയും അടുത്തത്, എല്ലാ ജില്ലകളിലും 2008 ഏപ്രിൽ 1 മുതലാണ് ഇത് ആരംഭിച്ചത്. അപ്പൊ എല്ലാ ജില്ലകളിലുമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് 2008 ഏപ്രിൽ 1. അപ്പം ഇത് നിയമം പാസ്സാക്കിയത് 2005. നിയമം നിലവിൽ വന്നു 2006. ജില്ലകളിലേക്ക് പ്രവർത്തനം ആരംഭിച്ചത് 2008 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിന്റെ പുനർനാമകരണം ചെയ്തത് 2009 കാര്യവും ഓർത്തു വെച്ചേക്കണം. അപ്പൊ നമ്മുടെ മനസ്സിൽ 2005, 2006, 2008, 2009 എന്നീ വർഷങ്ങൾ കൃത്യമായിട്ടും വേണം. 2005 നിയമം പാസ്സാക്കി, 2006 നിയമം നിലവിൽ വന്നു, 2008 എല്ലാ ജില്ലകളിലുമായിട്ട് വ്യാപിപ്പിച്ചു, 2009 ഇതിന്റെ കൂടെ മഹാത്മാഗാന്ധി എന്ന പേരൂടെ ആഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ക്ലിയർ. ഇനിയും ഇത് ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശിലെ ബണ്ടിലപ്പള്ളിയിൽ മൻമോഹൻ സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്തത്. ആന്ധ്രാപ്രദേശിലെ ബണ്ടിലപ്പള്ളിയിലാണ് മൻമോഹൻ സിംഗ് ആണ് ഇനാഗുറേറ്റ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ എത്ര ജില്ലകൾ സെലക്ട് ചെയ്തു? 200 ജില്ലകളാണ് ആദ്യഘട്ടത്തിൽ സെലക്ട് ചെയ്തത്. ഇനിയും ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ഒരു പോയിന്റ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്, ശ്രദ്ധിക്കണം. തൊഴിൽ ആവശ്യപ്പെട്ട എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിക്കാനുള്ള അവകാശം ഉണ്ട്? 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിക്കാനുള്ള അവകാശമുണ്ട്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ നമുക്ക് തൊഴിൽ ലഭിക്കാനുള്ള അവകാശം ഉണ്ട്. 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിച്ചില്ല എങ്കിൽ തൊഴിലില്ലായ്മ വേതനം ലഭിക്കും. ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. അതുപോലെ തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം നമ്മൾക്ക് വേതന നിരക്കിന്റെ എത്ര ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4/1. രണ്ടാമത്തെ മാസം മുതൽ ആണ് എങ്കിൽ വേതന നിരക്കിന്റെ 2/1 പകുതിയും നമ്മൾക്ക് ലഭിക്കും. ആദ്യത്തെ മാസത്തെ ആണ് എങ്കിൽ ആദ്യത്തെ മാസമാണ് നമുക്ക് അത് വന്നില്ല എങ്കിൽ 4/1. രണ്ടാമത്തെ മാസവും കണ്ടിന്യൂ ചെയ്ത് കിട്ടിയില്ല എങ്കിൽ പകുതിയും തൊഴിലില്ലായ്മ വേതനമായിട്ട് ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ കാര്യം? അതായത് നമ്മളിപ്പം തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ തൊഴിലില്ലായ്മ വേതനം ലഭിക്കും. ആദ്യത്തെ ഒരു മാസം വേതന നിരക്കിന്റെ 4/1, രണ്ടാമത്തെ മാസം മുതൽ വേതന നിരക്ക് 2/1 തൊഴിലില്ലായ്മ വേതനമായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾക്കിപ്പം ഒരു കുടുംബത്തിൽ നിന്ന് 2 പേര് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ആകെപ്പാടെ ഒരു കാർഡ് മതി. ഒരു കുടുംബത്തിന് ഒരു കാർഡ്. അപേക്ഷ സമർപ്പിച്ച് എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ കാർഡ് ലഭിക്കും? അതും 15 ദിവസമാണ് കാര്യം പറയുന്നത്. ഇനി കാർഡിന്റെ കാലാവധി, തൊഴിൽ കാർഡ് ഉണ്ട്, അതിന്റെ കാലാവധി 5 വർഷം ആണ്.
ഇനി നമുക്ക് എത്ര കിലോമീറ്ററിനുള്ളിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇത് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ ചുറ്റളവിലാണ് തൊഴിലുറപ്പ് നൽകണം. ഇനി 5 കിലോമീറ്റർ കൂടുതലാണ് എങ്കിൽ 10% അധികം വേതനം നൽകണം. മനസ്സിലായി? ശമ്പളത്തിന്റെ 10% അധികം നൽകേണ്ടതായിട്ട് വരും ഈ 5 കിലോമീറ്ററിൽ കൂടുതലായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ. ഇനിയും ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങൾ നടത്തുന്നത്, ഗവേഷണ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സമീക്ഷ എന്ന് പറയുന്നതിനാണ്. സമീക്ഷ ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഓഡിറ്റ് ആണ് എങ്കിൽ ഗ്രാമസഭയാണ് ചെയ്യുന്നത്. സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? ഗ്രാമസഭയാണ്. അപ്പൊ ആദ്യഘട്ടത്തിൽ എത്ര ജില്ലകൾ? 200 ജില്ലകൾ. തൊഴിൽ ആവശ്യപ്പെട്ട് 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിക്കാനുള്ള അവകാശം. ലഭിച്ചിട്ടില്ല എങ്കിൽ തൊഴിലില്ലായ്മ വേതനം ലഭിക്കും. ആദ്യ മാസം 4/1, രണ്ടാം മാസം മുതൽ വേതന നിരക്കിന്റെ 2/1 തൊഴിലില്ലായ്മ വേതനമായിട്ട് ലഭിക്കും. ഒരു കുടുംബത്തിൽ ഒരു കാർഡ് മാത്രം മതി. അപേക്ഷ സമർപ്പിച്ച് എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ കാർഡ് ലഭിക്കും? 15 ദിവസത്തിനുള്ളിൽ. കാർഡിന്റെ കാലാവധി 5 വർഷമാണ്. 5 കിലോമീറ്റർ ചുറ്റളവിൽ തൊഴിൽ ഉറപ്പ് നൽകണം, അല്ലെങ്കിൽ ശമ്പളത്തിന്റെ 10% അധികം നൽകേണ്ടതായിട്ട് വരും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഗവേഷണ പഠനങ്ങൾ സമീക്ഷ, സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭയാണ് ചെയ്യുന്നത്. നമുക്ക് ഇച്ചിരൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി DPSPയുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. ആർട്ടിക്കിൾ 41മായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതായത് ആർട്ടിക്കിൾ 41ന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതാണ് ഏത്? ഈ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് തൊഴിൽ ലഭ്യതയാണ് ആർട്ടിക്കിൾ 41ൽ പറയുന്നത്. ഉദ്ദേശം ഗ്രാമീണ കുടുംബങ്ങൾക്ക് കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിലുറപ്പ് നൽകുകയാണ്. തൊഴിൽ രാഹിത്യം കുറയ്ക്കുന്നു, ഗ്രാമവികസനവും ക്ഷേമവും ഉറപ്പാക്കുന്നു. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പതറരുത്. അതുകൊണ്ടാണ് ഇത്രയും ഡീപ് ലെവലിലേക്ക് പോകുന്നത്. ഇനിയും 2009 ഇതുമായി ബന്ധപ്പെട്ട, അതായത് DPSPയിലെ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നത് എന്നിട്ടുള്ള പോയിന്റാണ് ഇവിടെ പറയുന്നത്. ഇനിയും അടുത്തത് നാഷണൽ ഫുഡ് ഫോർ, അതോട് എന്നോടൊക്കെ പറഞ്ഞേക്കാം. ഓക്കെ. അതായത് DPSPയിലെ, അതായത് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ക്ഷേമ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രകാരം ഏതൊക്കെ ആർട്ടിക്കിൾസ് മൂലം എന്തൊക്കെ കാര്യങ്ങൾ വന്നു എന്നതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 41 ഈ പറഞ്ഞിരിക്കുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വരാൻ കാരണം എന്ന് പറയുന്നത്. ഇനി അത് പ്രകാരം തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, വിദ്യാഭ്യാസ അവകാശ നിയമം, അത് ഏത് DPSPയിലെ ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 45 വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. 45ലെ പ്രകാരമാണ്, അതായത് ആർട്ടിക്കിൾ 45ന്റെ പിൻബലത്തോട് കൂടിയിട്ട് വന്ന ആക്ട് ആണ് ഏത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഇനി നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത് 2013 അതും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. അത് ഏത് ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്? ആർട്ടിക്കിൾ 47 പോഷകാഹാരം ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വരാൻ കാരണമായ DPSPയിലെ ആർട്ടിക്കിൾ 47. ഇനിയും ഈക്വൽ റെമ്യൂണറേഷൻ, അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം. ഇവിടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ വേതനമാണ് അവിടെ 39D പ്രാബല്യത്തിലുണ്ട്. സ്ത്രീക്കും പുരുഷനും ഒരേ പ്രവൃത്തിക്ക് സമാന വേതനം നൽകുന്നത് ദേശീയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ആർട്ടിക്കിൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് 39D അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 വന്നത് ആർട്ടിക്കിൾ 39D പിൻബലത്തോട് കൂടിയിട്ടാണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇത് നമ്മൾ എവിടെ എടുത്തിട്ടുണ്ട്? ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി പഞ്ചായത്തി രാജ് സിസ്റ്റം ആർട്ടിക്കിൾ 40 പ്രകാരം ആണ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 വന്നിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിന്റെ പിൻബലത്തോട് കൂടിയിട്ടാണ്? 48A പിൻബലത്തോട് കൂടിയിട്ടാണ്. വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിച്ച് പരിസ്ഥിതി സംരക്ഷിക്കുക എന്നിട്ടുള്ളത് 1986 നിയമം വരാൻ കാരണമായിട്ടുള്ളത് DPSP മൂലം ആണ്. അപ്പൊ അത്രയുമാണ്. നമുക്ക് 6 കാര്യങ്ങൾ ഉണ്ട്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഞാനത് വേറെ ക്ലാസ്സിലേക്ക് എടുക്കാൻ വെച്ചിരുന്നതാണ്, എന്നാലും ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അതായത് DPSPയിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ഏതൊക്കെ കാര്യങ്ങൾക്കകത്ത് വന്നിട്ടുണ്ട് അല്ലെ? അതായത് 36 മുതൽ 51 വരെയാണല്ലോ DPSPയിലെ കാര്യങ്ങൾ വരുന്നത്. അതിനകത്ത് 41 കാരണം ആണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വന്നിരിക്കുന്നത്. 45 പ്രകാരം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ആർട്ടിക്കിൾ 47 പ്രകാരം ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ആർട്ടിക്കിൾ 39D പിൻബലത്തിലാണ് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് വന്നിരിക്കുന്നത്, ആർട്ടിക്കിൾ 40 പ്രകാരം പഞ്ചായത്ത് രാജ് സിസ്റ്റം, ആൻഡ് ആർട്ടിക്കിൾ 48A പ്രകാരം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. അത്രയും കാര്യം പഠിച്ചു വെച്ചു.
ഇനിയും ഒരു വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസത്തെ കൈപ്പണി ഉറപ്പാക്കുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി. വീടിന് കീഴിലുള്ള മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് ജോലി ലഭിക്കും. തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് നഗരങ്ങളിലുണ്ടോ? ഇല്ല. നഗരങ്ങളിൽ ഇത് അയ്യങ്കാളി പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഓൺലി ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വരുന്നത്. അടുത്തത്, തൊഴിലാളികൾ തൊഴിൽ ആവശ്യപ്പെടുമ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ, നമ്മൾ പഠിച്ചാണ് 15 ദിവസത്തിനുള്ളിൽ. ജോലി നൽകാതിരുന്നാൽ പുനഃപരിശോധനയും നഷ്ടപരിഹാരവും ആവശ്യപ്പെടാം. പ്രതിദിന വേതനം സർക്കാർ നിശ്ചയിക്കുന്നുണ്ട്. അത് ഓരോ കാലയളവിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. അത് കറണ്ട് അഫേഴ്സിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന അനുസരിച്ച് പഠിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ബാങ്ക് അക്കൗണ്ട് വഴിയിട്ടോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് വഴിയിട്ടോ നമുക്ക് ശമ്പളം വിതരണം ചെയ്യുന്നുണ്ട്. സാമൂഹിക അഴിമതി നിരീക്ഷണം, സാമൂഹികമായിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അപ്പം സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത് ഗ്രാമസഭയായിരിക്കും മോണിറ്ററിംഗ് ചുമതല നിർവഹിക്കുന്നത്. ശേഷിക്കുന്ന മൂന്നിലൊന്ന് സ്ത്രീകൾക്കായിട്ട് സംവരണമുണ്ട്. റിസർവേഷൻ എത്ര ശതമാനം സ്ത്രീകൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്? 1/3 കൊടുക്കുന്നുണ്ട് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. സ്ത്രീകളുടെ ഗ്രാമീണ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് റിസർവേഷൻ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഇതിനകത്ത് 1/3% സ്ത്രീകൾക്ക് സംവരണം ഉണ്ട്. ഇനിയും ഇതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻ ആണ് നമ്മൾ നോക്കുന്നത്. NMMS ആപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം ആണ്. ഇപ്പൊ ഇത് അതായത് ഇതിനകത്ത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ കുറച്ചുകൂടെ അപ്ഡേഷൻ വരാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ഇതിൽ ഏത് വർഷമാണ് ആരംഭിച്ചത്? 2021 ആരംഭിച്ചത്. അതായത് ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മേൽനോട്ടം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. തീയതി, തൊഴിലാളികളുടെ ഫോട്ടോ, സമയക്രമങ്ങൾ എന്നിവ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു NMMS ആപ്പ്, നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് ആപ്പ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. തൊഴിലാളികളുടെ എത്തിയ സമയവും പോയ സമയവും 2 തവണ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. ലക്ഷ്യം എന്തുവാണ്? ഫേക്ക് എൻട്രീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ആയിട്ടും പേയ്മെന്റ് ഒക്കെ ഉറപ്പാക്കുക എന്നിട്ടുള്ള രീതിയിലാണ് NMMS ആപ്പ് ഇവിടെ വന്നിരിക്കുന്നത്. ചില ആൾക്കാരൊക്കെ കള്ളത്തരം കാണിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അവർ തന്നെയാണോ എത്തിയത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് NMMS ആപ്പ് വന്നിരിക്കുന്നത്. 2021 ആരംഭിച്ചത്. ഇനി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ശമ്പള വിതരണം അക്കൗണ്ടിലേക്ക് നേരിട്ട്. ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് നടക്കുന്നത്. അഴിമതി കുറയ്ക്കാനും വൈകല്യങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി ജിയോ ടാഗിംഗ് ഓഫ് അസറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് പാത, കുളം, ജലസംരക്ഷണ പദ്ധതി തുടങ്ങിയവ GIS ഉപയോഗിച്ച് ജിയോ ടാഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്പൊ അവരൊക്കെ മൊബൈലൊക്കെ എടുക്കുന്ന കാര്യമാണ്. അപ്പൊ ജിയോ ടാഗ് വഴിയിട്ട് ഇവർ നിർമ്മിച്ച പൊതു സൗകര്യങ്ങളൊക്കെ ജിയോ ടാഗ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ പരിശോധന, പര്യവേഷണം കൂടുക. അതായത് ഇൻസ്പെക്ടർമാരൊക്കെ വന്ന് നോക്കുന്നതിന് പകരം ഈ ജിയോ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി സോഷ്യൽ ഓഡിറ്റ്, സഭ മുഖേന സാമൂഹിക ഓഡിറ്റുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. സിവിൽ സൊസൈറ്റികൾക്കും സംഘടനകൾക്കും ഓഡിറ്റിൽ പങ്കാളിത്തം അനുവദിക്കുന്നു. ദുരുപയോഗം കാണുന്നതിന് വലിയ സഹായം ആണ്. റിയൽ ടൈം MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് ഇവർക്കൊരു പോർട്ടൽ ഉണ്ട്, NREGA.nic.in എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ തത്സമയ വിവരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്കൊരു പോർട്ടൽ MGNREGA പോർട്ടൽ തത്സമയം അപ്ഡേറ്റ് ചെയ്യുന്നു. റിയൽ ടൈം MIS ഉണ്ട്. പൊതുജനങ്ങൾക്ക് വേതന വിവരം, തൊഴിലാളികളുടെ വിവരങ്ങൾ, ജോലി ഘട്ടങ്ങൾ എന്നിവ പരിശോധിക്കാൻ സാധിക്കും. റിയൽ ടൈം MIS നമ്മളോട് ചോദിക്കാം, പൊതുജനങ്ങൾക്ക് വേതന വിവരം, തൊഴിലാളികളുടെ വിവരങ്ങൾ, ജോലി ഘട്ടങ്ങൾ എന്നിവ പരിശോധിക്കാൻ പറ്റുന്നത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഏത് ആധുനിക സൗകര്യത്തിലാണെന്ന് ചോദിച്ചാൽ റിയൽ ടൈം MIS-ലാണ് ആ ഒരു കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നത്. ഇനി ഇത് കൂടാതെ അവര് ബാക്കിയുള്ള സ്കീംസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൽ ജീവൻ മിഷനുമായിട്ടും NRLM, പിന്നെ PMAYG തുടങ്ങിയ പദ്ധതികളുമായിട്ട് ഇവര് ചെയ്യുന്നു. അപ്പൊ അതുകൂടെ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ കൂട്ടായ പദ്ധതികൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഏതൊക്കെയാണോ ഒന്നും നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ലെങ്കിൽ ജൽ ജീവൻ മിഷൻ ഓർത്ത് വെച്ചേക്കണം. തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് സഹകരിച്ചു പോകുന്ന മറ്റ് പദ്ധതികളാണ് ജൽ ജീവൻ മിഷൻ, NRLM തുടങ്ങിയവ. ഓക്കെ. ഇനി കൂടാതെ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ഉപയോഗം, SECC ഡേറ്റ, ഏറ്റവും മുൻതൂക്കം ലഭിക്കേണ്ട പാവപ്പെട്ട കുടുംബങ്ങളെ ലക്ഷ്യമാക്കി പ്രധാനമായ ടാർഗറ്റിംഗ് നയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗപ്പെടുത്തുന്ന ആധുനിക സൗകര്യമാണ് SECC ഡേറ്റ ഉപയോഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ്, സാമൂഹികമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മുൻതൂക്കം ലഭിക്കേണ്ട പാവപ്പെട്ട കുടുംബങ്ങളെ ലക്ഷ്യമാക്കി പ്രധാനമായിട്ടുള്ള നയങ്ങളൊക്കെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ദേശീയ തൊഴിലുറപ്പ് ഉപയോഗിക്കുന്ന ാണ് ഏത് SECC ഡേറ്റയുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ബുക്കിലും കാണാൻ സാധിക്കത്തില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം, ഡിഗ്രി ലെവൽസ് ഒക്കെ ഉള്ളവര്.
ഇനി ഇത് കൂടാതെ പിന്നെ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു അഡ്വാൻസ് ലെവലാണ് സ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു. അതായത് ഇതുവരെ നമുക്ക് എന്താണ് അൺസ്കിൽഡ് ലേബേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അതായത് മേശരിമാർക്ക് ട്രെയിനിങ് കൊടുക്കുക, വാട്ടർ ഷെഡ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ദീർഘകാല ഉപജീവന മാർഗം ഒരുങ്ങാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറെടുക്കുന്നുണ്ട്. ഫ്യൂച്ചർ പ്രൊജക്ട് ആണ്. ചില സംസ്ഥാനങ്ങളിൽ MGRNA സ്കില്ലിംഗ് ഇനിഷ്യേറ്റീവ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കറണ്ട് അഫേഴ്സിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ സ്കിൽഡ് വർക്കേഴ്സിന് വഴി തുറക്കുന്നുണ്ടോ പുതുതായിട്ടുള്ള ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന കാര്യം നമ്മൾ പറഞ്ഞു വെച്ചിരിക്കണം. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇതിനകത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം പിന്നെ 2021 ശേഷം വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേഷൻസ് ആണ്. NMMS ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾ വരുന്ന സമയം പോകുന്ന സമയം ഫേസ് റെക്കഗ്നിഷൻ പോലെ തന്നെ 2 തവണ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫേക്ക് എൻട്രീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം എഴുതി വെച്ചിരിക്കണേ. അടുത്തത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DBT, ശമ്പള വിതരണം അക്കൗണ്ടിലേക്ക് നേരിട്ട്. ജിയോ ടാഗിങ് ഓഫ് അസറ്റ്, അതായത് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ, നിർമ്മിച്ച കാര്യങ്ങളൊക്കെ പിന്നെ GIS ഉപയോഗിച്ചിട്ട് ജിയോ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ പരിശോധനയും പര്യവേഷണവും എല്ലാവർക്കും സുതാര്യമാകുന്നു. സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭകൾ വഴി ചെയ്യുന്നുണ്ട്. റിയൽ ടൈം MIS എന്ന് പറഞ്ഞിരിക്കുന്നത് തത്സമയ വിവരങ്ങൾ, ജോലിയും തത്സമയ വിവരവും അപ്ഡേറ്റ് ചെയ്യുന്നു. അവരുടെ വേതനവും തൊഴിലാളികളുടെ വിവരങ്ങളും ജോലി ഘട്ടങ്ങളും എന്നിവയൊക്കെ പൊതുജനങ്ങൾക്ക് പരിശോധിക്കുന്നത് റിയൽ ടൈം MIS വഴിയിട്ടാണ്. റിയൽ ടൈം MIS ഇന്റഗ്രേറ്റിംഗ് വിത്ത് അതർ സ്കീംസ് ഏതൊക്കെയാണ്? ജൽജീവൻ മിഷൻ, NRLM, PMAYG, SCCC അതായത് സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് വഴിയിട്ട് പാവപ്പെട്ട കുടുംബങ്ങളെ ലക്ഷ്യമാക്കി പ്രധാനമായി ടാർഗറ്റിംഗ് നയങ്ങൾ രൂപപ്പെടുത്താൻ ഇത് സാധിക്കുന്നുണ്ട്. സ്കിൽഡ് വർക്കേഴ്സിന് ചില സംസ്ഥാനങ്ങൾ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. മേസൺ ട്രെയിനിങ്, വാട്ടർ ഷെഡ് വർക്കേഴ്സ്, അതൊക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ 100 days സ്റ്റഡി പ്ലാൻ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിലാണ് ക്ലാസ് വരുന്നത്. ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. അതായത് മാത്സ് ഒഴിച്ച് 185 മാർക്കിന്റെ കണ്ടന്റ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഒരു 3 മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവൂ. കാര്യം ഒരു അത്രത്തോളം കണ്ടന്റ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. അതിന്റെ PDF-ഉം അതിന്റെ ക്ലാസ്സും അതുപോലെ തന്നെ ഓരോ വർക്കൗട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ശരിക്കും നിങ്ങളെ തന്നെ അർപ്പിക്കാനുള്ളവർ മാത്രമേ ശരിക്കും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവൂ. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതായത് ഒരു 3 മാസം മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത് സെക്കൻഡ് ലെവൽ ഓഫ് എക്സാംസ് ഉള്ളവർ എക്സാം കഴിഞ്ഞിട്ട് ഇനിയും പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം അത്രയും നിങ്ങൾക്ക് ടൈം കിട്ടത്തില്ല. ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലാണ് പരീക്ഷ എന്ന് PSC ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. പ്രിലിംസിന്റെ ടൈം ടേബിൾ വന്നപ്പോൾ തന്നെ അത് പലരും അറിഞ്ഞു കാണത്തില്ലായിരിക്കും. ഇതെല്ലാം നിങ്ങൾ അത്രയും ഡീപ്പ് ലെവലിലേക്ക് ഇറങ്ങി വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഡീപ്പ് ലെവലിലേക്കാണ് സിലബസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും അത്രയും ആൾക്കാരൊന്നും റാങ്ക് ഫലൊന്നും ഇറക്കിയതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറയുന്നത് പോലെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളത് ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് എനിക്കിത് നേടാൻ പറ്റുമെന്ന് സ്വയം നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. അതിനുശേഷം കിട്ടുമോ എന്നുള്ള സംശയം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മാറ്റി വെച്ചിട്ട് എനിക്ക് കിട്ടും എന്നിട്ടുള്ള ആത്മവിശ്വാസത്തോടെ പഠിക്കുന്നവരെയാണ് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഡിഗ്രിയുടെ നേരത്തെയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് നമ്മളെ സഹായിക്കും. പകുതി മാർക്കിന് വേണ്ടി നമ്മളെ സഹായിക്കും. അതും നിങ്ങൾ അതിന്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. ബാക്കിയുള്ള സിലബസിന്റെ എല്ലാ കാര്യങ്ങളും മാത്സ് വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. അതാത് ദിവസം കൃത്യം ഇന്ന കാര്യങ്ങൾ പഠിക്കണം, ഇന്ന PDF ആണ്, ഇന്ന ക്ലാസ് ആണ് കാണേണ്ടത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് പരീക്ഷയുടെ അന്ന് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത്രയുമാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 26-ാം തീയതിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു and love you all.